ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം, നിങ്ങൾ എപ്പോഴെങ്കിലും പെട്ടുപോയി കഴിഞ്ഞാൽ, അതായത് വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും കാരണവശാൽ നിങ്ങളുടെ വാഹനത്തിൽ ഒരു ഓവർ ഹീറ്റ് കാണിച്ചു, അതായത് വാഹനം ഓവർ ഹീറ്റ് ആവുന്നത് കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തൽക്കാലം നിങ്ങൾക്ക് ഊരിപ്പോരാൻ വേണ്ടി എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം. അതായത് വാഹനം ഓവർ ഹീറ്റ് ആകണമെന്നുണ്ടെങ്കിൽ രണ്ട് കാരണങ്ങളാണ് വരുന്നത്. ഒന്നെങ്കിൽ നമ്മുടെ വാഹനത്തിന്റെ റേഡിയേറ്റർ ഫാൻ വർക്ക് ചെയ്യുന്നില്ല. രണ്ടാമത്തെ കാര്യം, കൂളന്റ് ഇല്ലാതെ വരുന്ന സമയത്ത്. അപ്പൊ കൂളന്റ് ഉണ്ട് എന്ന റേഡിയേറ്റർ ഫാൻ വർക്ക് ചെയ്യാതെ വരുന്ന സമയത്തും ഈ സെയിം ഇഷ്യൂ കാണിക്കും. അപ്പൊ ഞാൻ ഈ പറഞ്ഞൊരു കാര്യം, നമ്മുടെ റേഡിയേറ്റർ ഫാൻ വർക്ക് ചെയ്യാതെ വരുന്നത്, അതായത് നമുക്കത് ഈ കാണുന്ന ഒരു ഫാൻ, ഇതാണ് നമ്മുടെ റേഡിയേറ്റർ ഫാൻ. ഈ ഫാൻ കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ വാഹനം ഓടിക്കാൻ പറ്റത്തില്ല. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടെമ്പറേച്ചർ, അതായത് വാഹനത്തിനെ തണുപ്പിക്കാൻ വേണ്ടി, എഞ്ചിനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് വേറെ ഓപ്ഷൻസ് ഇല്ല. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് സിമ്പിൾ ആയിട്ടൊന്ന് ഊരിപ്പോരാൻ, അതായത് തൽക്കാലത്തേക്ക് നമുക്ക് അടുത്തുള്ള ഒരു വർക്ക്ഷോപ്പ് വരെ പോകാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പ് ഞാനൊന്ന് പറഞ്ഞുതരാം. അതായത് വേറെ ഒന്നുമില്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്ന, റേഡിയേറ്റർ ഫാൻ പോയെന്ന് ആദ്യം ഒന്ന് കൺഫേം ആക്കുക. അതായത് വാഹനം സ്റ്റാർട്ട് ചെയ്യുക, എ സി ഓൺ ചെയ്തിട്ട് നോക്കി കഴിയുമ്പോഴത്തേക്കും ഈ ഫാൻ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും. അതായത് റേഡിയേറ്റർ ഫാൻ പോയോ ഇല്ലേ എന്നുള്ളതിന്റെ കറക്റ്റ് ഒരു ടെസ്റ്റ് ഞാനിപ്പോൾ കാണിച്ചു തരാം. ആദ്യം വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. സ്റ്റാർട്ട് ചെയ്തു, എ സി ഓഫ് ആയതുകൊണ്ട് റേഡിയേറ്റർ ഫാൻ കറങ്ങത്തില്ല. ഇപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക, ആ ഫാൻ ഇപ്പൊ കറങ്ങുന്നില്ല. കണ്ടോ, ഫാൻ കറങ്ങുന്നില്ല. പക്ഷെ ഞാനിപ്പം എ സി ഒന്ന് ഓൺ ചെയ്യാണ്, അന്നേരം നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവും. ഇപ്പം ഞാൻ എ സി ഓൺ ചെയ്ത സമയത്ത് ആ ഫാൻ കറങ്ങുന്ന ഇപ്പൊ എല്ലാവരും കണ്ടു. ഓക്കെ, അപ്പം ഇതിൽ നിന്നൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, റേഡിയേറ്റർ ഫാൻ കറങ്ങുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ എ സി ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് അറിയാൻ സാധിക്കും. നമ്മുടെ കാര്യം ഇതൊന്നും അല്ല. സംഭവം ഇത് നിങ്ങൾക്ക് മനസ്സിലായി. ഇങ്ങനെ ഫാൻ വർക്ക് ചെയ്യാതെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ, അതായത് എ സി ഇടുമ്പോൾ മാത്രമല്ല, എഞ്ചിൻ ചൂടാകുന്ന സമയത്ത് ഈ ഫാൻ തന്നെയാണ് കറങ്ങുന്നത്. അങ്ങനെ ഈ ഫാനിന് ഒരു കംപ്ലൈന്റ് വന്ന് നിങ്ങൾക്ക് തൽക്കാലം വാഹനം എടുത്തോണ്ട് പോകണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പറഞ്ഞാൽ, വാഹനത്തിലോട്ട് കയറിക്കോ, വാഹനത്തിനകത്ത് ഇരിക്കുക. അതായത് ഇങ്ങനെ ഒരു കംപ്ലൈന്റ് നിങ്ങൾ ഫേസ് ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ട ഒരു സിമ്പിൾ ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. വാഹനം സ്റ്റാർട്ട് ചെയ്യുക. അപ്പം നമ്മൾ നോക്കുക, ടെമ്പറേച്ചർ ഗേജിൽ ഒരുപാട് ടെമ്പറേച്ചർ പൊങ്ങി ഇരിപ്പുണ്ടോ എന്ന് നോക്കുക. ഒരുപാട് ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് എഞ്ചിനെ ഒന്ന് തണുപ്പിച്ചതിന് ശേഷം മാത്രമേ ഇത് ചെയ്യാവുള്ളൂ. എ സി അങ്ങോട്ട് ഓഫ് ചെയ്യുക, അതായത് എ സി ഓഫ് ചെയ്യുക. എ സി ഓഫ് ആണ്, ഇത് ഓട്ടോമാറ്റിക് ആണെങ്കിലും മാനുവൽ നിങ്ങൾ ഈ സെയിം സെറ്റിംഗ് തന്നെ ചെയ്താൽ മതി. എന്നിട്ട് ടെമ്പറേച്ചർ അങ്ങോട്ട് കൂട്ടിയിടുക, ഏറ്റവും ഹൈ, അതായത് മറ്റതിലാണെങ്കിൽ റെഡ് വരെ കൊണ്ടുപോയി. എന്നിട്ട് ബ്ലോവറിന്റെ സ്പീഡ് അങ്ങ് കൂട്ടുക. കണ്ടോ, ബ്ലോവർ സ്പീഡ് കൂട്ടിയിടുക. ഇതൊക്കെ, അതായത് ഈ എ സിയുടെ വെന്റുകളൊന്നും നമ്മുടെ ദേഹത്തോട്ടോ ഒന്നും പറ്റാത്ത രീതിയിൽ, ഇതിപ്പോൾ കാലിലോട്ടാണ് നിൽക്കുന്നത്, അത് വേണമെങ്കിൽ മാറ്റി ഇട്ടാൽ മതി. മോഡ് എങ്ങോട്ടാന്ന് വെച്ചാൽ മാറ്റി അങ്ങോട്ട് ഇട്ടോണം. മോഡ് വേണമെങ്കിൽ നിങ്ങൾ ഫ്രണ്ടിലോട്ട് ആക്കി ഇട്ടോ, അല്ലെങ്കിൽ ജസ്റ്റ് ഡയറക്റ്റ് ഫ്രണ്ടിലോട്ട് വരുന്ന രീതിക്ക് ആക്കിയിട്ട് ഈ വെന്റ് എല്ലാം മേളിലോട്ടും ഇതെല്ലാം സൈഡിലോട്ടും ആക്കി വെക്കുക. ഇങ്ങനെ ചെയ്യുന്നതിന്റെ അഡ്വാൻറ്റേജ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ പറയുന്നത് പോലെ നമ്മുടെ വാഹനത്തിന്റെ ഇതിന്റെ തൊട്ട് പുറയിലായിട്ട് റേഡിയേറ്ററിന്റെ ഒരു ചെറിയ കണക്ഷൻ വരുന്നുണ്ട്. ഹീറ്റർ കോർ എന്ന് പറയുന്ന യൂണിറ്റ് ഇതിന്റെ പുറകെ വരുന്നുണ്ട്. ഈ ഹീറ്റർ കോറിനെ തണുപ്പിച്ചു കഴിഞ്ഞാൽ, അതായത് ആ ഹീറ്റർ കോറിലെ ചൂട് നമ്മളിങ്ങനെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ, അവിടെ വലിച്ചെടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, പുറത്തുനിന്നുള്ള കാറ്റും കൂടെ കൂടിയിട്ടായിരിക്കും അതിനകത്തൂടെ കയറി വരുന്നത്. അന്നേരം ആ ഹീറ്റർ കോർ തണുക്കും. അങ്ങനെ ഹീറ്റർ കോർ തണുക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, കൂളന്റിന്റെ ചൂട് കുറച്ചൊക്കെ ഇതിലെ ഇങ്ങനെ വലിച്ചു കളയുന്നുണ്ട്. ഗ്ലാസ് 4 തുറന്നിട്ടുണ്ട്. അത് ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ്. 4 ഗ്ലാസ് നിങ്ങൾ തുറന്നിട്ട് വേണം. അങ്ങനെ 4 ഗ്ലാസും തുറന്നിട്ട് ഹീറ്റ് മോഡ് ഇട്ട് എ സി ഓഫ് ചെയ്തിട്ടുകൊണ്ട് നമ്മൾ ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഗുണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓവർ ഹീറ്റ് ആകാതെ, അതായത് റേഡിയേറ്റർ പതുക്കെ പതുക്കെ അതിന്റെ എഞ്ചിന്റെ ചൂട് ഇതിലെ നമ്മൾ വലിച്ചു കളയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വാഹനം ഹീറ്റ് ആകാതെ ഏറ്റവും അടുത്തുള്ള വർക്ക്ഷോപ്പ് വരെ നമുക്ക് ഓടിക്കാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾ ഓടിച്ചുകൊണ്ട് പോവുകയാണെന്നുള്ള ഗുണം എന്താന്ന് പറഞ്ഞാൽ, വാഹനം സുഖമായിട്ട് ഓടിക്കാനും സാധിക്കും. ടെമ്പറേച്ചർ അല്പം കുറയുന്നതായിരിക്കും. പക്ഷേ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതിന്റെ ടെമ്പറേച്ചർ വാർണിംഗ് ലൈറ്റ് കത്തി കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ബ്ലിങ്ക് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല, വാർണിംഗ് ലൈറ്റ് റെഡ് കത്തി നിൽക്കുകയാണെങ്കിൽ സൈഡിലോട്ട് ഒതുക്കിയിടുക. ഒന്ന് തണുക്കട്ടെ വാഹനം, ഒരു 10 15 20 മിനിറ്റ് അവിടെ ഇട്ട് ഒന്ന് വാഹനം തണുപ്പിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഓടിച്ചോണ്ട് വർക്ക്ഷോപ്പിലോട്ട് കൊണ്ടുപോകുക, അല്ലെങ്കിൽ ഷോറൂംസിലോട്ട് കൊണ്ടുപോകാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. പക്ഷെ ഓവർ ഹീറ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ നിങ്ങൾ ഓടിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും എഞ്ചിൻ പണി വരെ വരാൻ ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് കഴിവതും ഓവർ ഹീറ്റ് കാണിക്കുകയോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ എ സി കട്ട് ഓഫ് ആയി പോകുന്ന സമയത്താണ് ഈ ഫാൻ വർക്ക് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ എ സി കട്ട് ഓഫ്. അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മുടെ വാഹനത്തിന് എന്തോ പ്രശ്നമുണ്ട്. നിങ്ങൾ നേരെ ഡയറക്റ്റ് ചെന്ന് നോക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. ഈ പറഞ്ഞ പരിപാടി ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് വർക്ക്ഷോപ്പിലോട്ട് കൊണ്ടുപോകാൻ സാധിക്കും.